ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു കേക്ക് 1/2 kg ആണ് നമ്മൾ ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ന്യൂട്രൽ ഗ്ലേസ് ആണ് കേട്ടോ എടുക്കുന്നത്. കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ ഗാർഡൻ ഗ്രീനും ലെമൺ എല്ലാം എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ അളവിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഡ്രോപ്പ് ഇതാണ് എടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീനിൽ കിട്ടും കേട്ടോ. അല്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിയോൺ ബ്രൈറ്റ് ആ ഒരു ഗ്രീൻ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. സെയിം കളർ തന്നെയാണ് കിട്ടുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ 2 ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. ടോപ്പിൽ ആ ഒരു സൈഡിലായിട്ട് കുറച്ച് പാർട്ട് മാത്രം കിട്ടുന്ന രീതിയിൽ ഈക്വലായിട്ടൊന്ന് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളെടുത്ത ആ ഒരു ഗ്ലേസ് ജെല്ല് ഒരു പൈപ്പ് മേലേക്ക് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു 2 സൈഡും ഒന്ന് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ലൈനായിട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. സൈഡിൽ ഡ്രിപ്പും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതൊന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് പതിയെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇനി ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിൽ തന്നെ ആ ഒരു ഗ്ലേസ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഗ്ലേസ് കേക്കിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോസൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് ആദ്യം കളർന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിങ്കും പിന്നെ വയലറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാം. ഞാൻ ഇതെടുത്തതേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് ആ ഒരു ഗ്രീനിലേക്ക് നന്നായിട്ടൊന്ന് മാച്ചായിട്ട് വരുന്ന കളറും കൂടെയാണ്. എന്നിട്ട് ആ ഒരു പെറ്റൽ ടിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലവർ നെയിലേക്ക് നമുക്ക് ആദ്യം ഒരു ബേസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. ഓരോ പെറ്റൽസായിട്ട് നമുക്ക് ഒരു പെറ്റൽ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് അടുത്തൊരു പെറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തെടുത്താൽ മതി. ആ നോസിൽ പിടിക്കുമ്പോൾ നമുക്ക് ആ ഒരു വീതി കുറഞ്ഞ ഭാഗം താഴെയും വീതി കൂടിയ ഭാഗം മുകളിലും വരണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എത്രത്തോളം പെറ്റൽസ് വേണോ അതിനനുസരിച്ച് നമ്മുടെ ഫ്ലവറിൻ്റെ വലിപ്പം ഒന്ന് കൂട്ടിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ലെയറിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സെൻറ്ററിലേക്ക് കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസ്, തീരെ ചെറിയ ബോൾസും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിലേക്ക് കളർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കേക്കിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി കുറച്ച് ഷുഗർ ബോൾസ് അതേ സെയിം ബോൾസ് തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടോ ലൈൻസ് ആയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ബോർഡർ പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കേക്കിലേക്ക് ഡിസൈൻ ഇത്ര തന്നെ ആട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മാറ്റർ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു കേക്കിൻ്റെ ബോർഡർ ആ ഒരു താഴ്ഭാഗത്തായിട്ട് ബേസിലൊരു ബോർഡറൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു ക്യൂട്ട് ലുക്കിൽ കിട്ടുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്